ഇൻ മെമ്മോറിയം എന്ന ചിത്രം ഏത് സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. ഇൻ മെമ്മോറിയം എന്ന ചിത്രം ഏത് സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ഒരു മൈക്രോസ്കോപ്പിലൂടെ മാത്രം കാണാൻ കഴിയുന്ന ന്യൂനപക്ഷ ജനതയുടെ പ്രതിനിധികളെന്ന് കളിയാക്കി പറഞ്ഞ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ലോർഡ് ഡഫറിൻ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ഒരു മൈക്രോസ്കോപ്പിലൂടെ മാത്രം കാണാൻ കഴിയുന്ന ന്യൂനപക്ഷ ജനതയുടെ പ്രതിനിധികളെന്ന് കളിയാക്കി പറഞ്ഞ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ലോർഡ് ഡഫറിൻ. ആദിഭാഷ, പ്രാചീന മലയാളം എന്നീ കൃതികൾ രചിച്ചത് ചട്ടമ്പിസ്വാമി. ആദിഭാഷ, പ്രാചീന മലയാളം എന്നീ കൃതികൾ രചിച്ചത് ചട്ടമ്പിസ്വാമികൾ. പെരുമാൾസ് ഓഫ് കേരള എന്ന പ്രശസ്ത ഗ്രന്ഥം രചിച്ചത് MGS നാരായണൻ. പെരുമാൾസ് ഓഫ് കേരള എന്ന പ്രശസ്ത ഗ്രന്ഥം രചിച്ചത് MGS നാരായണൻ. സാൻ മിൻ ചുയി ഇവ എന്താണ്? സാൻ മിൻ ചുയി ഇവ ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം. സാൻ മിൻ ചുയി ഇവ എന്താണ്? ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം. ദേശീയ ജലപാത 3ന്റെ ആകെ ദൈർഘ്യം 205 കിലോമീറ്റർ. ദേശീയ ജലപാത 3ന്റെ ആകെ ദൈർഘ്യം 205 കിലോമീറ്റർ. പൂർവഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് മഹേന്ദ്രഗിരി. പൂർവഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മഹേന്ദ്രഗിരി. എല്ലാ പ്രധാന സമുദ്രങ്ങളുടെയും ഉപരിതലത്തിൽ രൂപം കൊള്ളുന്നതും ഭ്രമണം ചെയ്യുന്നതുമായ സമുദ്രജല സംവിധാനങ്ങൾ. ഇവ വൃത്താകൃതിയിൽ സമുദ്രജല പ്രവാഹങ്ങൾ രൂപം കൊള്ളാൻ കാരണമാകുന്നു. ഈ സമുദ്രജല സംവിധാനങ്ങൾ അറിയപ്പെടുന്നത് ഗെയ്റുകൾ എന്നാണ്. ഗെയ്റുകൾ എന്ന് പറയുന്നത് എല്ലാ പ്രധാന സമുദ്രങ്ങളുടെയും ഉപരിതലത്തിൽ രൂപം കൊള്ളുന്നതും ഭ്രമണം ചെയ്യുന്നതുമായ സമുദ്രജല സംവിധാനങ്ങളാണ്. ഇവ വൃത്താകൃതിയിൽ സമുദ്രജല പ്രവാഹങ്ങൾ രൂപം കൊള്ളുന്നതിന് കാരണമാകുന്നു. ഈ സമുദ്രജല സംവിധാനമാണ് ഗെയ്റുകൾ എന്നറിയപ്പെടുന്നത്. ഏറ്റവും ഉയരത്തിൽ കാണപ്പെടുന്ന മേഘമാണ് സിറസ്. സിറസ് മേഘം ഏറ്റവും ഉയരത്തിൽ കാണുന്ന ഒരു മേഘമാണ്. കോണ്ടൂർ രേഖകളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകളാണ് പറയുന്നത്. കോണ്ടൂർ രേഖകൾ ശരിയായ പ്രസ്താവനകളാണ്. അകലം കൂടിയ കോണ്ടൂർ രേഖകൾ ചരിവ് കുറഞ്ഞ പ്രതലത്തെയും അടുത്ത് വരച്ചിരിക്കുന്നവ കുത്തനെയുള്ള ചരിവിനെയും കാണിക്കുന്നു. അകലം കൂടിയ കോണ്ടൂർ രേഖകൾ ചരിവ് കുറഞ്ഞ പ്രതലത്തെയും അടുത്ത് വരച്ചിരിക്കുന്നവ കുത്തനെയുള്ള ചരിവിനെയും കാണിക്കുന്നു. അടുത്ത പോയിന്റ്, വ്യത്യസ്ത ഉയരങ്ങളെ കാണിക്കുന്ന കോണ്ടൂർ രേഖകൾ തമ്മിൽ പരസ്പരം മുറിച്ച് കടക്കാറില്ല. വ്യത്യസ്ത ഉയരങ്ങളെ കാണിക്കുന്ന കോണ്ടൂർ രേഖകൾ തമ്മിൽ പരസ്പരം മുറിച്ച് കടക്കാറില്ല. നബാർഡ് സ്ഥാപിതമായ വർഷം 1982 ജൂലൈ 12 ആണ്. നബാർഡ് സ്ഥാപിതമായ വർഷം 1982 ജൂലൈ 12. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ബാങ്കിംഗ് സംസ്ഥാനം കേരളമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ബാങ്കിംഗ് സംസ്ഥാനം കേരളം. ദത്തെടുക്കൽ, വനം, തൊഴിലാളി സംഘടനകൾ ഇവ ഏത് ലിസ്റ്റിൽ ഉൾപ്പെടുന്നു? ദത്തെടുക്കൽ, വനം, തൊഴിലാളി സംഘടനകൾ ഇവ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നതാണ്. ദത്തെടുക്കൽ, വനം, തൊഴിലാളി സംഘടനകൾ ഇവ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നു. ആർട്ടിക്കിൾ 338B പ്രതിപാദിക്കുന്നത് ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷനാണ്. ആർട്ടിക്കിൾ 338B പ്രതിപാദിക്കുന്നത് ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ. സംസ്ഥാന ഭരണത്തെ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകളാണ്. സംസ്ഥാന ഭരണത്തെ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ. ആദ്യത്തേത്, ഒരു സംസ്ഥാനത്തെ മന്ത്രിമാരുടെ എണ്ണം മുഖ്യമന്ത്രി ഉൾപ്പെടെ 12-ൽ കുറയാൻ പാടില്ല. ഒരു സംസ്ഥാനത്തിലെ മന്ത്രിമാരുടെ എണ്ണം മുഖ്യമന്ത്രി ഉൾപ്പെടെ 12-ൽ കുറയാൻ പാടില്ല. ഒരു സംസ്ഥാനത്തെ മന്ത്രിസഭയിലെ ആകെ മന്ത്രിമാരുടെ എണ്ണം മുഖ്യമന്ത്രി ഉൾപ്പെടെ ആ നിയമസഭയിലെ ആകെ അംഗങ്ങളുടെ 15% കവിയാൻ പാടില്ല. ഒരു സംസ്ഥാനത്തെ മന്ത്രിസഭയിലെ ആകെ മന്ത്രിമാരുടെ എണ്ണം ആ മുഖ്യമന്ത്രി ഉൾപ്പെടെ ആ നിയമസഭയിലെ ആകെ അംഗങ്ങളുടെ 15% കവിയാൻ പാടില്ല. മന്ത്രിസഭ സംസ്ഥാനത്തെ നിയമസഭയോട് കൂട്ടുത്തരവാദിത്തം ഉണ്ടായിരിക്കണം. മന്ത്രിസഭയ്ക്ക് സംസ്ഥാനത്തെ
നിയമസഭയോട് കൂട്ടുത്തരവാദിത്വം ഉണ്ടായിരിക്കണം എന്ന് പ്രതിപാദിച്ചിരിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 164(2). മന്ത്രിസഭ സംസ്ഥാനത്തെ നിയമസഭയോട് കൂട്ടുത്തരവാദിത്തം ഉണ്ടായിരിക്കണം എന്ന് പ്രതിപാദിച്ചിരിക്കുന്ന ആർട്ടിക്കിൾ 164(2) ആണ്. ഗവർണർക്ക് ഇഷ്ടമുള്ളിടത്തോളം കാലം അഡ്വക്കേറ്റ് ജനറലിന് ഉദ്യോഗം വഹിക്കാവുന്നതാണ്. ഗവർണർക്ക് ഇഷ്ടമുള്ളിടത്തോളം കാലം അഡ്വക്കേറ്റ് ജനറലിന് ആ പദവി വഹിക്കാവുന്നതാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ സുപ്രീം കോടതിയുടെ പ്രത്യേക അധികാരമായ ഉത്ഭവാധികാരത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ആർട്ടിക്കിൾ 131 ഇന്ത്യൻ ഭരണഘടനയിൽ സുപ്രീം കോടതിയുടെ പ്രത്യേക അധികാരമായ ഉത്ഭവ അധികാരത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ആർട്ടിക്കിൾ 131 എച്ച്.ഡി. ദേവഗൗഡയ്ക്ക് ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രിയായ വ്യക്തി ഐ.കെ. ഗുജ്റാൾ. എച്ച്.ഡി. ദേവഗൗഡയ്ക്ക് ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രിയായ വ്യക്തിയാണ് ഐ.കെ. ഗുജ്റാൾ. കേരളത്തിൽ സാമൂഹ്യ നീതി വകുപ്പ് പ്രവർത്തനം ആരംഭിച്ചത് 1975 സെപ്റ്റംബർ 9. കേരളത്തിൽ സാമൂഹ്യ നീതി വകുപ്പ് പ്രവർത്തനം ആരംഭിച്ചത് 1975 സെപ്റ്റംബർ 9. നവജീവൻ പദ്ധതി നടപ്പിലാക്കുന്നത് ഏത് ഡിപ്പാർട്ട്മെന്റാണ്? തൊഴിൽ ഡിപ്പാർട്ട്മെന്റാണ്. നവജീവൻ പദ്ധതി നടപ്പിലാക്കുന്നത് കേരളത്തിലെ തൊഴിൽ ഡിപ്പാർട്ട്മെന്റാണ്. ഹീമോഫീലിയ, അരിവാൾ രോഗം, തലാസീമിയ, സെറിബ്രൽ പൾസി തുടങ്ങിയവ ബാധിച്ച 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണ് താലോലം. ഹീമോഫീലിയ, അരിവാൾ രോഗം, തലാസീമിയ, സെറിബ്രൽ പൾസി തുടങ്ങിയ രോഗങ്ങൾ ബാധിച്ച 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന കേരള സർക്കാർ പദ്ധതി താലോലം. റിലാക്സിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് അണ്ഡാശയമാണ്. റിലാക്സിൻ എന്ന ഹോർമോൺ അണ്ഡാശയം ഉൽപ്പാദിപ്പിക്കുന്നതാണ്. ഓക്സിറ്റോസിൻ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് പീയൂഷഗ്രന്ഥിയാണ്. ഓക്സിറ്റോസിൻ എന്ന ഹോർമോൺ പീയൂഷഗ്രന്ഥിയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. മെലറ്റോണിൻ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് പീനിയൽ ഗ്രന്ഥിയാണ്. മെലറ്റോണിൻ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് പീനിയൽ ഗ്രന്ഥി. മനുഷ്യ ശരീരത്തിലെ സാധാരണ താപനിലയായ 37 ഡിഗ്രി സെൽഷ്യസിന് സമാനമായ ഫാരൻഹീറ്റ് സ്കെയിൽ താപനിലയാണ് 98.6 ഡിഗ്രി ഫാരൻഹീറ്റ്. മനുഷ്യ ശരീരത്തിലെ സാധാരണ താപനിലയായ 37 ഡിഗ്രി സെൽഷ്യസിന് സമാനമായ ഫാരൻഹീറ്റ് സ്കെയിൽ താപനിലയാണ് 98.6 ഡിഗ്രി ഫാരൻഹീറ്റ്. ലോകത്തിലെ ആദ്യത്തെ ബഹിരാകാശ വിനോദസഞ്ചാരിയാണ് ടെന്നിസ് ടിറ്റോ. ലോകത്തിലെ ആദ്യത്തെ ബഹിരാകാശ വിനോദസഞ്ചാരിയാണ് ടെന്നിസ് ടിറ്റോ.